ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 10,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 5,000 രൂപയുടെയും 10,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഡ്മി ബ്രാൻഡിങ്ങിലാണ് വിശ്വാസം എന്നുണ്ടെങ്കിൽ റെഡ്മി A3 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിൽ ബേസിക് ആയിട്ടുള്ള HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേയും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. MediaTekന്റെ Helio G36 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നിങ്ങൾക്ക് പോക്കോ ബ്രാൻഡിങ്ങിൽ വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ പോക്കോ C65 എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 90 Hz റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. പിന്നെ 128 GB ഇന്റർണലൊക്കെ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ പോക്കോ ബ്രാൻഡിങ്ങിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഇനിയും റെഡ്മിയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 7,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി 13C എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ അതും കൺസിഡർ ചെയ്യാവുന്നതാണ് പോക്കോ ബ്രാൻഡിങ്ങിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് മോട്ടോറോളയുടെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മോട്ടോ G04S എന്നുള്ള സ്മാർട്ട് ഫോൺ 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള യൂണി SoC T606 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ഇന്ത്യൻ ബ്രാൻഡിന്റെ ഒരു ഫോൺ 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ലാവ യുവ 3 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മോട്ടോ G04S എന്ന ഫോണിൽ ഇതുപോലെ ഡിസ്പ്ലേ ഫീച്ചേഴ്സും പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. 13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു ഫോണും 7,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 8 HD എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് ടെക്നോ പോപ്പ് 8 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. 12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇൻഫിനിക്സ് സ്മാർട്ട് 8 HD എന്നുള്ള സ്മാർട്ട് ഫോൺ 6,500 രൂപ പ്രൈസ് റേഞ്ചിലും പോപ്പ് 8 എന്ന സ്മാർട്ട് ഫോൺ 6,900 രൂപ പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ്. പിന്നെ ഐറ്റലിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 7,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഐറ്റൽ P40+ എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറുമാണ് വരുന്നത്. 128 GB ഇന്റർണൽ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. 7,000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 7,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ റിയൽമിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ N53 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് C51 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഫോണിൽ 6.74 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ പഞ്ചോൾ ഡിസൈൻ ഇല്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 8,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. 8,500 രൂപ പ്രൈസ് റേഞ്ചിൽ നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് C63 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ വില 9,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മോട്ടോറോളയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G24 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇതിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 6,000 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്.
പിന്നെ 8700 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് റെഡ്മിയുടെ നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി 11 പ്രൈം 4G എന്ന ഫോൺ കൺസിഡർ ചെയ്യാം. മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.58 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. കൂടിയ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 8700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 9400 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12 4G എന്ന ഫോൺ വരുന്നുണ്ട്. ഇത് കുറച്ച് പുതിയ ഫോണാണ്. ഇതിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് പഞ്ച്വൽ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ മീഡിയാടെക്കിന്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അവിടെയും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. 9400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാംസങ് M14 4G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ചേ വരുന്നുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ല ചാർജിംഗ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ റിയൽമിയുടെ ഒരു ഫോൺ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി C55 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ച്വൽ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിന്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. 64 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം 10000 രൂപയ്ക്ക് താഴെ പല 5G ഫോൺസും വരുന്നുണ്ട്. ഇപ്പം 5G ഫോൺസ് വേണം എന്നുണ്ടെങ്കിൽ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Pro 5G എന്ന ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ 6.79 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ച്വൽ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ ലാവ യുവ 5G എന്ന ഫോണും വരുന്നുണ്ട്. പക്ഷേ ആ ഫോണിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പഞ്ച്വൽ ഡിസൈൻ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T750 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. അപ്പം ആ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പോക്കോ M6 Pro 5G വരുന്നുണ്ട്. പിന്നെ അതുപോലെ നോക്കിയ G42 5G എന്ന ഫോണും വരുന്നുണ്ട്. അപ്പോൾ നോക്കിയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 480+ എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 10000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് 10000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതൊരു ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ 7000 രൂപ പ്രൈസ് വെച്ചിട്ട് Moto G04S എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ Moto G24 Power എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. പിന്നെ സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് M14 4G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ M6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.